മോൺസൺ മാവുങ്കലിലെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ മൊഴിയെടുത്തു. അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്തെത്തിയാണ് DGP അനിൽകാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് ക്ലബിൽ മോൺസൺ താമസിച്ചുവെന്ന വ്യക്തമായതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. അതേസമയം മോൺസന്റെ പുരാവസ്തു തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. സംസ്ഥാനത്തെ പോലീസ് ചീഫിനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നു. എന്താണ് സാഹചര്യം? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കൽ നടന്നത്? മറ്റു വിവരങ്ങൾ എന്താണ് ഡാനി? ഗോപി, പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റായ മോൺസൺ മാവുങ്കൽ അനിൽകാന്ത് DGP ആയി സ്ഥാനമേറ്റതിനെ തുടർന്നുണ്ടായ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഓഫീസിലെത്തി സന്ദർശിക്കുകയും അദ്ദേഹത്തിന് പൂച്ചെണ്ടും സമ്മാനമായി നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഓഫീസിൽ നേരിട്ടെത്തുക, തുടർന്ന് പോലീസ് ക്ലബിൽ താമസിക്കേണ്ട സാഹചര്യം, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് DGP തന്നെ, സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാനായിട്ട് അന്വേഷണ സംഘം തയ്യാറായത്. ഇതിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് സ്ഥാനമേറ്റയുടൻ പലരും തന്നെ അഭിനന്ദിക്കാൻ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പ്രവാസി സംഘടനകളുടെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി തേടിയത്. ആ സാഹചര്യത്തിൽ അത് അനുവദിച്ചു. പിന്നീട് അദ്ദേഹം പൂച്ചെണ്ട് നൽകിയിരുന്നു. പക്ഷേ ഇത്തരം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കണ്ട് അത് നീക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നുവെന്ന് അനിൽകാന്ത് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി മുൻ മേധാവി ലോക്നാഥ് ബെഹ്റ, അതോടൊപ്പം തന്നെ ADGP മനോജ് എബ്രഹാം, IG ലക്ഷ്മണ എന്നിവരിൽ നിന്നടക്കം ഇവരുമായി സംസാരിക്കാനിടയുണ്ടായ സാഹചര്യങ്ങൾ, സന്ദർശന സാഹചര്യങ്ങൾ, ഇതെല്ലാം തേടിക്കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പോലീസ് മേധാവിയിൽ നിന്നടക്കം മൊഴി തേടിയിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഹൈക്കോടതിയിൽ ഇന്ന് കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അത് പ്രധാനമായും തന്നെ മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവർ അജിത്ത് നൽകിയ പോലീസ് പീഡനത്തിൽ നിന്ന് സംരക്ഷണം തേടിക്കൊണ്ട് അജിത്ത് നൽകിയ ഹർജിയാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ ഹർജി കഴിഞ്ഞ ദിവസങ്ങളിൽ പരിഗണിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി ഒരു കാര്യം ആരാഞ്ഞിരുന്നു. പോലീസ് അന്വേഷണം ശരിയായ വഴിയിൽ തന്നെ നടക്കുമോ എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഉന്നത പോലീസ് മേധാവികളുമായി അടക്കം ഇയാൾക്കൊരു ബന്ധമുള്ള കാര്യങ്ങളടക്കം പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം മാറിയത്. അത്തരം ആ മൊഴിയെടുക്കുന്നതിൻ്റെ വിവരങ്ങൾ അടക്കം എന്താണ് ഇന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇതുവരെയുള്ളൊരു പുരോഗതി, ഒപ്പം തന്നെ ഈ ഉന്നത പോലീസ് അവരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് തേടിയ വിവരങ്ങളുടെ സമ്പൂർണ്ണമായ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള മോൺസൺ മാവുങ്കലിൽ നിന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ശില്പിയായ സുരേഷിന് അദ്ദേഹം നിർമ്മിച്ചു നൽകിയ ശില്പങ്ങൾ അടക്കം അതിന് പണം നൽകാനുണ്ട്. അപ്പോൾ സുരേഷിനോടടക്കം ഇവിടേക്ക് എത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് മോൺസൺ മാവുങ്കലിനെയും ഇവിടെ എത്തിച്ചുകൊണ്ട് ഇതിന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ തെളിവെടുപ്പുകൾ, അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപി, ശരി. കുഞ്ഞിനെ ദത്ത് നൽകിയ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയ നോട്ടീസായി വിഷയം സഭയിൽ ഉന്നയിക്കാനാണ് തീരുമാനം. വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതാണ് ശ്രദ്ധേയം. സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവും. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ഏതായാലും ഇത് നിയമസഭയിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. എന്തൊക്കെയാണ് സാധ്യതകൾ? പിന്നെ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നുള്ളതും വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും മുഖ്യമന്ത്രിയാണ് വിഷയത്തിൽ മറുപടി പറയാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രതിപക്ഷത്ത് നിന്ന് KK രമയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ സാധ്യത. അടിയന്തര പ്രമേയം ഇത്തരത്തിൽ അനുപമയുടെ 3 വയസ്സുള്ള കുഞ്ഞിനെ അമ്മയിൽ നിന്ന് മാറ്റുകയും തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ശിശുക്ഷേമ സമിതിയും പോലീസും നടത്തിയ അനധികൃത ഇടപെടലുകൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരിക്കും നോട്ടീസ് നൽകാൻ സാധ്യത. 10 മണിയോടുകൂടി നോട്ടീസ് നൽകും. മുഖ്യമന്ത്രി മറുപടി നൽകും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നതും. ഇപ്പോൾ ചോദ്യോത്തരവേള സഭയിൽ പുരോഗമിക്കുകയാണ്. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് നടത്തിയ മുന്നൊരുക്കങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു മറുപടി പറയുന്നത്. വ്യക്തമായി പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. വളരെ വിശദമായ നിർദ്ദേശങ്ങൾ തന്നെ ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിക്കുകയും അത് രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും പകർപ്പെടുത്തി കൊടുക്കണമെന്ന് നിർദ്ദേശം സ്കൂളുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും ഈ സ്റ്റുഡൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടോകോൾ സെപ്റ്റംബർ 22 റിലീസ് ചെയ്ത പ്രോട്ടോകോൾ എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം. സംസാരിക്കുന്നു ഇപ്പോൾ അനാവൂർ നാഗപ്പൻ, മാധ്യമങ്ങളെ കാണുന്നു തത്സമയം.
അമ്മത്തൊട്ടിലാണ് ഈ കുഞ്ഞിന് ലഭ്യമായത് എന്നതാണ് എനിക്ക് കിട്ടിയ വിവരം. കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ അനുഭവം തന്നെ അവസാന കുടുംബ കോടതിയിൽ അച്ഛൻ്റെ കയ്യിൽ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിച്ച കുഞ്ഞാണ്, അത് അമ്മത്തൊട്ടിയിൽ കൊണ്ടുപോയിട്ടു എന്നാണ് ശിശുക്ഷേമ സമിതിയിൽ പറഞ്ഞതായി ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മത്തൊട്ടിൽ ലഭ്യമായ കുഞ്ഞാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 2 പ്രാവശ്യം അവർ നിയമാനുസരണം പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ഫോട്ടോ അടക്കം. ആരും തന്നെ ഒബ്ജക്ഷൻ കൊടുത്തിട്ടില്ല. ആ ഒബ്ജക്ഷൻ കൊടുക്കാൻ അമ്മയോ അല്ലെങ്കിൽ കുഞ്ഞോ കുഞ്ഞിൻ്റെ അച്ഛനോ സ്വാഭാവികമായും തയ്യാറാവേണ്ടതായിരുന്നു. അമ്മയെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടു എന്നൊക്കെയാണ് അമ്മ അനുഭവം അവകാശപ്പെടുന്നത്. എനിക്കറിയില്ല, അതിന് നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുഞ്ഞിൻ്റെ പിതാവെന്ന് പറയുന്ന ആളിനെ ആരും പൂട്ടിയിട്ടതായി ഇതുവരെ വാർത്തയില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായും അതിലൊരു ഒബ്ജക്ഷൻ കൊടുക്കാൻ കഴിയുമായിരുന്നു. DNA ടെസ്റ്റ് നടത്തിയിട്ടല്ലാതെ കുഞ്ഞിനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, എൻ്റെ നിയമം അറിയില്ല, ആരും തന്നെ പറഞ്ഞില്ല. തുടർന്ന് അത് നടപ്പാക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ ഒട്ടാകെ നടപ്പാക്കി. ഏതാണ്ട് 6-7 മാസത്തിന് ശേഷമാണ്, 8 മാസത്തിന് ശേഷമാണ്, 6-7 മാസത്തിന് ശേഷമാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്, ദത്ത് കൊടുക്കൽ പ്രക്രിയ നടക്കുന്നത്. അതുവരെ ശിശുക്ഷേമ സമിതിയുടെ മുമ്പിൽ ഒരു ഒബ്ജക്ഷനുമായി ആരും എത്തിയിട്ടില്ല. ഇതാണ് ഷിജു ഖാൻ, അവിടെ ബന്ധപ്പെട്ട ആളുകൾ, ഷിജു ഖാൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, അതിന് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ വീടാണ്. അതേതെങ്കിലും പെശകുണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോഴും കരുതുന്നില്ല. ഇവിടെ അനുപമയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് അനുപമ പറയുന്നത്. ശിശുക്ഷേമ സമിതിയിലാണ് കുഞ്ഞെന്ന് അനുപമയ്ക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അച്ഛനെ പോയി കാണാനൊന്നും പറ്റാത്തത്. ആയിരിക്കാം, എനിക്കറിയില്ല. അതൊക്കെ അതിനൊന്നും മറുപടി പറയേണ്ട ജോലി എൻ്റെതല്ല. പക്ഷെ ആരും അവിടെ പോയിട്ടില്ല എന്നുള്ള വസ്തുത. അതുമാത്രമേ നിങ്ങൾ ഈ നമ്മുടെ ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളൂ. പക്ഷേ അതിൻ്റെ ഡേറ്റും അതിൻ്റെ നടപടിക്രമങ്ങളും ഒന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ ഷിജു ഖാനാവില്ല. കാരണം നിയമാനുസരണം ആ സ്ഥാപനത്തിൻ്റെ രഹസ്യാത്മകത ഒരു കുട്ടിയുടെ സൂക്ഷിക്കാൻ ആ സ്ഥാപനം ബാധ്യസ്ഥമാണ്. പക്ഷേ അതിൻ്റെ വസ്തുതകളൊന്ന് മനസ്സിലാക്കാൻ കഴിയും മുമ്പ് ശിശുക്ഷേമ സമിതിയുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന നിലയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിച്ചത് എന്നത് വസ്തുതയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ അവസാനത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുമല്ലോ. അതിൽ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്ത് പിശകില്ല എന്ന് വന്നാൽ നിങ്ങൾ ഇതുവരെ ശിശുക്ഷേമ സമിതിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത് എഴുതിയ വാർത്തകൾക്ക് നിങ്ങളാരെങ്കിലും നിഷേധക്കുറിപ്പ് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പൂർവ്വകാല ചരിത്രത്തിൽ അങ്ങനെ നിഷേധക്കുറിപ്പൊന്നും കൊടുക്കില്ല. നിങ്ങൾ അടുത്ത കള്ളത്തിലേക്ക് പോകലാണ് സാധാരണ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഞാൻ തറപ്പിച്ചെന്ന് നിങ്ങളോട് പറയുന്നു, ഷിജു ഖാൻ അവിടെ സമിതി അതിൻ്റെ സെക്രട്ടറി നിയമപരമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഞാൻ നേരത്തെ ചോദിച്ചത് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തു എന്നാണ് അന്ന് സഖാവ് പറഞ്ഞത്. മാത്രമല്ല ഷിജു ഖാനോട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഷിജു ഖാനോട് ചോദിച്ചത് നിങ്ങളോട് പറഞ്ഞില്ല, ബന്ധപ്പെട്ട ആളോട് ചോദിച്ചു എന്ന് പറഞ്ഞു. പറഞ്ഞായിരിക്കും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം പാർട്ടിയുടെ മുന്നിലുണ്ട്. അക്കാര്യമാണ് ചർച്ച ചെയ്തത്. സ്വാഭാവികമായും അമ്മ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞിനെ ദത്ത് കൊടുക്കാൻ വേണ്ടി നിയമമില്ലല്ലോ. സ്വാഭാവികമായും ശിശുക്ഷേമ സമിതി അതിന്റെ നടപടി എടുക്കണ്ടേ? ഈ വിവരം അമ്മ ഞങ്ങളെ അറിയിക്കുന്ന, അമ്മ നേരിട്ട് അറിയിച്ചതല്ല. അതും ഞാൻ വിശദീകരിച്ചു. നിങ്ങൾക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ടൊക്കെ നിങ്ങൾ മറച്ചു വെക്കുന്നതാണ്. അമ്മ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കുട്ടിയുടെ പിതാവെന്ന് പറയുന്ന ആൾ ഇതുവരെ ഞങ്ങളെ സമീപിച്ചിട്ടേ ഇല്ല. അവർ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതി സംസ്ഥാന കമ്മിറ്റി ഇവിടെ അയച്ചു. ആ പരാതി വളരെ ലേറ്റായിട്ടാണ് അവിടെ കൊടുത്തത്.
ഒരു പരാതിക്കത്ത് നിങ്ങളെ കാണിക്കുന്നത് ശരിയല്ല. എന്നാലും നോക്കുക, 31/8/2021 ഇത് പരാതിക്കത്ത് എഴുതിയ ദിവസമാണ്. ഇതവരുടെ പരാതിയാണ്, സംസ്ഥാന കമ്മിറ്റിക്ക് അവർ കൊടുത്ത പരാതിയാണ്. ഇത് ഇവിടെ അയച്ചു. ഇവിടെ 3-ാം തീയതിയോ 4-ാം തീയതിയോ മറ്റോ കിട്ടിയെന്നുണ്ട് ഓർമ്മ. 9-ാം മാസം. ഇത് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ ആധാരം കഴിഞ്ഞ വർഷമാണ്, 20-ലാണ്, 21-ആണ്. ഞങ്ങളുടെ കയ്യിൽ ആ വിവരം കിട്ടിയപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി ചർച്ച ചെയ്തേ എന്ത് വേണം. അപ്പോൾ ഞങ്ങളെത്തിയ നിഗമനം, ഈ കുട്ടിയെ അമ്മയ്ക്ക് കിട്ടണം, മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയാണ് കുഞ്ഞിൻ്റെ അവകാശി. കാരണം അമ്മയും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞ് അനാഥമായി വളരുന്നത് ആ കുഞ്ഞിൻ്റെ ഭാവിക്കും ഗുണകരമല്ല. എത്ര വലിയ വീട്ടിലാൾ ദത്ത് കൊടുത്താലും സ്വന്തം പിതാവും അമ്മയും ഒക്കെ കൂടെ വളരുന്നതാണ് നല്ലത്. അതുകൊണ്ട് കുഞ്ഞിനെ അമ്മയേൽപ്പിക്കുക. അത് ജയചന്ദ്രനോട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജയചന്ദ്രനെ വിളിച്ചു വരുത്തി. ജയചന്ദ്രനെയും പേരൂർക്കുള്ള ഏരിയ സെക്രട്ടറിയും ഇവിടെ വിളിച്ചു വരുത്തി. ഞാനിത് നേരത്തെ നിങ്ങളെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, പക്ഷേ നിങ്ങളതൊന്നും കൊടുത്തില്ല. വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ജയചന്ദ്രനോട് പറഞ്ഞു, നിങ്ങൾ ആ കുഞ്ഞിനെ അങ്ങ് തിരിച്ചു കൊടുക്കണം. നിങ്ങളെ ഏൽപ്പിച്ചതായിട്ടാണ്, നിങ്ങൾ കൊണ്ടുപോയതായിട്ടാണ് വിവരം. നിങ്ങൾ തീർച്ചയായും കുഞ്ഞിനെ കൊണ്ടുപോകണം. അപ്പോഴാണ് ജയചന്ദ്രൻ പറയുന്നത്, ഞങ്ങൾ ശിവക്ഷേമ സമിതി ഏൽപ്പിച്ചു. അതുവരെ ഇതൊന്നും ഞങ്ങൾക്കൊക്കെ അറിയില്ല. തുടർന്നാണ് ശിവക്ഷേമ അദ്ദേഹം പോയി ചോദിച്ചാൽ, ജയചന്ദ്രൻ ചോദിച്ചാൽ കുഞ്ഞിനെ തരില്ല, നിയമപരമായ നടപടി പൂർത്തിയാക്കിയാലേ തരാൻ പറ്റൂ, അതിന് കോടതിയെ ശരണമുള്ളൂ. ഈ സന്ദർഭത്തിലാണ് ശിവക്ഷേമ സമിതിയിൽ ഞാൻ തിരക്കിയത്. അതന്വേഷിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായി പൂർത്തിയാക്കി. ഈ സാഹചര്യത്തിനകത്ത് ഇനിയിപ്പോൾ കൊടുക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവുണ്ടാവണം. ഒരു കോടതിയുടെ ഉത്തരവുണ്ടായാൽ മാത്രമേ തിരിച്ചു കൊടുക്കാനാവൂ. അതിന് നിയമപരമായ നടപടി സ്വീകരിച്ചാൽ ആവശ്യമായ സഹായം ചെയ്യാം. ഇതാണ് ശിവക്ഷേമ സമിതിയുടെ ബന്ധപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഈ ജയചന്ദ്രനോട് ഏതെങ്കിലും തരത്തിലുള്ള അല്ല, ഞാനിത് പറഞ്ഞോട്ടെ, നിങ്ങളത് കൊടുക്കൂലെങ്കിലും മനസ്സിലാക്കിപ്പോ. അല്ല, അതെ ഞാൻ പറയണ മുഴുവൻ പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്നെ ടെലിഫോണിൽ വിളിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇത് പാർട്ടിപരമായി തീർക്കാൻ കഴിയുന്നൊരു പ്രശ്നമല്ല, പാർട്ടിപരമായി തീരില്ല, ഇത് നിയമപരമായി തീരേണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. അതിന് പാർട്ടിയുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നൽകാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അല്ലാതെ പാർട്ടിപരമായി കുഞ്ഞിനെ വിട്ടുതരാൻ പറയാൻ ആവില്ല. അവൻ്റെ അവസ്ഥയെ കഴിഞ്ഞുപോയി, സ്റ്റേജ് കഴിഞ്ഞുപോയി. അപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടണം. ഞാൻ പറഞ്ഞു, കിട്ടാൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല, നിങ്ങൾ നിയമപരമായി പോയാലേ കഴിയൂ. ഇത് ഫോണിൽ അദ്ദേഹം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. രണ്ടാമത് ഈ പ്രശ്നം വന്നപ്പോൾ പാർട്ടിയുടെ നിലപാടെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെൻറ്റും ഈ കുഞ്ഞിനെ അമ്മയുടെ സംരക്ഷണയിൽ കൊടുക്കണം എന്ന നിലപാട് തന്നെ ഗവൺമെൻറ് സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദം വന്നപ്പോൾ ഗവൺമെൻറ് ഏറ്റവും അവസാനം ഫൈനൽ കോടതി വിധി ഇന്നലെ നടത്താൻ വേണ്ടി തീരുമാനിച്ച കോടതിയിൽ മാറ്റിവെക്കണം, കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചതും ഇന്നലെ ആ നിലയിൽ മാറ്റിവെച്ച് വിധിയുണ്ടായത്. ഇനിയും ഇത് കോടതിയുടെ അനുവാദത്തോടു കൂടി ആ കുഞ്ഞിനെ അവർക്ക് കിട്ടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തീരുമാനിക്കേണ്ട കോടതിയാണ്. ഈ കുഞ്ഞ് ആൺകുട്ടിയായിരിക്കെ ആ കുട്ടിയെ പെൺകുഞ്ഞാക്കി മാറ്റിയ ഒരു വിവാദം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എനിക്കറിയില്ല, ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആദ്യം മലാല എന്ന് പേരിട്ടു, പിന്നീട് രജിസ്റ്ററിലൊക്കെ തിരുത്തി. അറിയില്ല, സംഭവത്തിനെ കുറിച്ച് അറിഞ്ഞില്ല, അതൊരു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റൊരു കാര്യം സാറേ, ഏപ്രിൽ 19 പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇവർ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 19 ആ പരാതിയിൽ പോലീസ് ഒരു FIR പോലും എടുത്തില്ല. എന്താ പോലീസിന്റെ നടപടിയെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? പോലീസ് FIR എടുക്കേണ്ടതായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ പോലീസ് കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. മറ്റൊരു സംഭവം ഉള്ളത്, ഏപ്രിൽ മാസം 21-ാം തീയതി, അതായത് കുട്ടി ദത്ത് പോകുന്നതിന്റെ 4 മാസം മുമ്പ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, സുനന്ദയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, അവരെ ഓൺലൈൻ സിറ്റിംഗ് നടത്തിയിരുന്നു. ആ സമയത്ത് കോവിഡ് ആണ്, എല്ലാവരും ഓൺലൈൻ സിറ്റിംഗ് ആണ് നടത്തുന്നത്.
അന്ന് 18 മിനിറ്റ് സിറ്റിംഗിൽ ഈ ബന്ധപ്പെട്ട അവരുടെ കയ്യിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റും പോലീസിൽ കൊടുത്ത പരാതിയും ഉൾപ്പെടെയുള്ളതെന്ന് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കാണാനില്ല, ഒക്ടോബർ 22 തിരിച്ചു വരുന്ന വഴി എൻ്റെ കുഞ്ഞിനെ അച്ഛനും അമ്മയും കൊണ്ടുപോയി എന്നാണ് ഇവരുടെ പരാതി. ഈ പരാതി അന്ന് 18 മിനിറ്റ് വാദം കേട്ടിട്ടും അന്ന് CWC പറഞ്ഞത് പോലീസിനെ സമീപിക്കാനാണ്. പോലീസിനെ സമീപിച്ച സമയത്ത് FIR എടുത്തിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ബാധ്യത ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കില്ലേ, CWCക്കില്ലേ? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംഭവത്തോളം പാർട്ടിയുടെ മുമ്പിൽ ജില്ലാ കമ്മിറ്റി ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. കാരണം ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞങ്ങളുടെ മുമ്പിൽ എത്തിയത്. ഏത് കമ്മിറ്റി ആയാലും ഏത് മേഖലയായാലും ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി ചെയ്യാൻ അവരെല്ലാം ബാധ്യസ്ഥമാണ്. ഈ പോലീസ് നടപടി എടുക്കാത്തതിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരിടപെടലും നടത്തിയിട്ടില്ല. എടുക്കാത്തതിന്റെ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്നതാണ് പാർട്ടിയുടെ അഭിപ്രായം. ഏതെങ്കിലും ഓഫീസർ ചെയ്തില്ലെങ്കിൽ അയാളെ ബാധിക്കുന്ന പ്രശ്നമാണ്, അത് പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ചോദിച്ചതാണ് ഈ ജയചന്ദ്രനോട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തേടിയിട്ടുണ്ടോ ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ? അത് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല. ഞങ്ങൾ സാധാരണ പാർട്ടി അത്തരം കാര്യങ്ങളെല്ലാം ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് ചെയ്യും, സാധാരണ ചെയ്യാറുണ്ട്, അത് ചെയ്യും. ഇപ്പോൾ പിന്നെ ഇന്നലെ ഒരു സത്യവാങ്മൂലത്തില് അനുപമ കുട്ടിയുടെ അമ്മ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തില് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നില്ല. എന്നാൽ ഒരു പരാതിയിൽ അവർ അച്ഛനെതിരെയുള്ള ഒരു പരാതിയിൽ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധയപ്പെട്ടുണ്ടോ? ഈ പരസ്പര വിരുദ്ധമായ ഇത് എന്താണ്? അനുപമ പറയുന്നതും സത്യവും എന്താണെന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. കുട്ടിയെ അച്ഛൻ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അവർ നേരത്തെ പത്രക്കാരോടും പോലീസിനും പറഞ്ഞതായി അവർ തന്നെ പറഞ്ഞത്. പക്ഷെ അവർ കോടതിയെ കൊടുത്ത അവസാനത്തെ അഫിഡവിറ്റിൽ കാണുന്നത് കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി അച്ഛനെ ഏൽപ്പിച്ചു എന്നാണ്. അപ്പോൾ തട്ടിക്കൊണ്ടുപോയതല്ല, നേരത്തെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് ശരിയല്ല എന്ന് മനസ്സിലായി. ഞാൻ മാധ്യമങ്ങളെ വായിച്ചതാണ്, അനുപമയുടെ അഭിപ്രായം കേട്ടതല്ല. ആ മാധ്യമ വാർത്ത ശരിയാണെങ്കിൽ അത് സംരക്ഷണത്തിന് ഏൽപ്പിച്ചു, അദ്ദേഹം കൊണ്ടുപോയി അമ്പത്തൊട്ടിലിട്ടു എന്നാണ്. അതുവരെ പറഞ്ഞിരുന്നത് അവിടെ വിറ്റെല്ലാം വാങ്ങി അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചു എന്നാണ്. അങ്ങനെയാണ് മനോരമ മുഖപ്രസംഗം തന്നെ എഴുതി കളഞ്ഞത്. കാരണം അങ്ങനെ അമ്മയുടെ അറിവില്ലാതെ, അമ്മ കൂടെ ഇല്ലാതെ ഒരവിടെ വിറ്റ പേരിൽ കൊണ്ടുവന്ന് ശിശുക്ഷേമ സമിതിയിൽ കൊടുത്തപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് ഉത്തരവാദിത്വമില്ലേ എന്നതായിരുന്നു മനോരമ മുഖപ്രസംഗത്തിൽ ഉയർത്തിയിരുന്ന ചോദ്യം. പക്ഷേ ഒരവിടെ വിറ്റും മനോരമയിൽ കൊടുത്തിരുന്നില്ല ജയചന്ദ്രൻ, ഈ ശിശുക്ഷേമ സമിതിയിൽ കൊടുത്തിട്ടില്ല. ജയചന്ദ്രൻ കൊണ്ടുപോയി കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിച്ചുമില്ല. അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയ കുഞ്ഞാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അതിൽ തട്ടിക്കൊണ്ടുപോയി എന്ന വാദഗതി ശരിയോ തെറ്റോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കാൻ ഇതുവരെ പോയിട്ടില്ല. തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ അന്വേഷിക്കിട്ടില്ല. ഈ ഇത്തരം പ്രചരണം, അതായത് ഈ അഫിഡവിറ്റിൽ ഇപ്പൊ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നില്ല, പക്ഷെ പ്രചരണം മൊത്തം നടന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ശിശുക്ഷേമസമിതിക്ക് കൈമാറി. അത് മാധ്യമ പ്രചരണമാണ്. അത് സ്വാഭാവികമായും മാധ്യമങ്ങൾ CPM-നെതിരായി പ്രചരിപ്പിക്കും. അത് മനോരമയായാലും മാതൃഭൂമിയായാലും CPM-നെതിരായി പ്രചരണം നടത്തുക എന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. അവരുടെ നിലപാട് അവർ സ്വീകരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഈ കുട്ടി ദത്ത് പോകുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ അമ്മ പരാതിയുമായി വരുന്നുണ്ട് എന്ന കാര്യം ഈ സംവിധാനം ഒന്നും അറിഞ്ഞില്ല എന്നാണോ? ഇല്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ കുട്ടിക്ക് DC ഓഫീസ് നന്നായിട്ട് അറിയാം. ഇവിടെ ഇതുവരെ എൻ്റെ മുമ്പിൽ ആ കുട്ടി വന്നിട്ടേ ഇല്ല ഇതുവരെ. ആ കുട്ടിയെ വ്യക്തമായി ഞാൻ കാണുന്നത് TV-യിലൂടെയാണ്. ഒരു ദിവസം പോലും ഈ ഓഫീസിൽ വന്ന് ഞാനുമായി സംസാരിച്ചിട്ടില്ല കുട്ടി. ഏറ്റവും കൂടുതൽ നേരം DC ഓഫീസിലുണ്ട ഒരു സെക്രട്ടറിയാണ് ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ മുകളിലൊരു കൊച്ചു മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഏറ്റവും കൂടുതൽ DC ഓഫീസിൽ പാർട്ടി പരിപാടി വേറെ ഇല്ലെങ്കിൽ ഞാൻ ഈ DC ഓഫീസിൽ കാണും. ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം DC ഇടപെട്ട് സഹായിച്ചില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇന്ന് വരെ ആ അമ്മ അനുപമ വരികയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഷിജു ഖാന്റെ പേരിൽ നടപടിയെടുക്കണോ വേണ്ടേ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഷിജു ഖാന്റെ പേരിൽ നടപടി ഞങ്ങളിതുവരെ ആലോചിച്ചിട്ടില്ല. മനോരമ അയാളെ പുറത്താക്കി കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ആളിലൊക്കെ പുറത്താക്കലും നടപടിയെടുക്കലൊക്കെ മനോരമയുടെ ജോലിയാണിപ്പോൾ. അപ്പം അതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്കാവില്ല. നിങ്ങൾ നോക്കുക, മാതൃഭൂമിയിലൊരു വാർത്ത വന്നല്ലോ പിണറായി വിജയനെ കുറിച്ച്. PB-യിൽ പിണറായി വിജയൻ
എതിർത്തു. ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ രീതി എന്തെങ്കിലും അറിയാവുന്നവരാണോ ഈ മാതൃഭൂമിയുടെ ലേഖകൻ? സാധാരണ കേന്ദ്ര കമ്മിറ്റിയിൽ പി ബി മെമ്പർമാർ സംസാരിക്കാറില്ല എന്നത് അവർക്കറിയുമോ? തിരക്കിയോ? എന്നിട്ട് അവർ നിഷേധക്കുറിപ്പ് ഇറക്കി. ആ നിഷേധക്കുറിപ്പ് ആരുടെ വാർത്തയാണ് നിഷേധിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടില്ല. യെച്ചൂരിയുടെ വാർത്ത കൊടുത്തു, അത് സംഭവം ശരിയില്ല. പക്ഷെ ഞങ്ങൾ കൊടുത്ത വാർത്തയാണ് പിശകിപ്പോയി എന്ന് അപ്പോഴും മാതൃഭൂമി പറഞ്ഞില്ല. അപ്പം നിങ്ങളുടെ ധാരണ എന്താ? നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് നിഷേധിക്കേണ്ട പോലും കാര്യമില്ല. അപ്പം ഞങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ പോണേ? ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പൊതുസമൂഹത്തോട് പറയാൻ ഒരുപാട് മാർഗമുണ്ട്. ഞങ്ങൾ ആ പൊതുസമൂഹത്തോട് വസ്തുത എന്താണെന്ന് പറയും. നിങ്ങൾ ചോദിച്ചാലും പറയും. നിങ്ങളത് വക്രീകരിച്ചും വളച്ചു കുറിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കൂ എന്നറിയാവും. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ മാധ്യമങ്ങൾ മാത്രമല്ല എന്തും പറയുന്നത്. കഴിഞ്ഞ ദിവസം മുരളീധരൻ ഒരു മേയർക്കെതിരെ ഒരു പരാമർശം നടത്തി. ഒരു നേതാവിൽ നിന്നുണ്ടാവേണ്ട പരാമർശമാണോ ഉത്തരവുള്ളത്? മുരളീധരനെ സംബന്ധിക്കുന്ന പരാമർശം, മുരളീധരൻ നടത്തിയ പരാമർശം അങ്ങേയറ്റം തരംതാണതല്ല. ഒരു വനിതയെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത, അതും മേയറെ പോലുള്ള ബഹുമാന്യ പദവിയിലുള്ള ആളെ കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ വിഷയത്തിലുള്ള പ്രതികരണമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. മലപ്പുറം കൊണ്ടോട്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി അയൽവാസി. ഭയന്ന നിലവിളിച്ചുകൊണ്ടാണ് പെൺകുട്ടി വീട്ടിലേക്ക് ഓടി വന്നതെന്ന് അയൽവാസിയായ വീട്ടമ്മ പറഞ്ഞു. പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവുണ്ടായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി. കുട്ടിയുടെ വർത്തമാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കുട്ടി തടിച്ചിട്ട് നല്ല തടിയൊക്കെ ഉണ്ടായിട്ട് ഒരു താടി മീശയില്ലാത്ത ആളാണെന്നാണ് കുട്ടി പറയുന്നത്. കാണിച്ചു കൊടുത്താൽ കുട്ടിക്ക് അറിയാൻ കഴിയും, വ്യക്തിനെ കാണിച്ചു കൊടുത്താൽ കുട്ടിക്ക് അറിയാൻ കഴിയും. അതിനിപ്പോൾ അതിന് പോലീസ് തന്നെ മെനക്കെടണം, കുട്ടിയെ കാണിക്കല്ലേ. അപ്പോൾ നാട്ടുകാർക്ക് ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. കുട്ടി ഭയങ്കര പേടിച്ചെന്ന് കരഞ്ഞിട്ട് കുട്ടിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾ ചോദിച്ചിട്ട് ഒരു അക്ഷരം കുട്ടിക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അതുപോലെ കുട്ടി മാനസികമായി തളർന്നിട്ടാണ് കുട്ടി ഇവിടെ വന്നുകൊണ്ട് വീണിങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മൂലക്കൽ ഇങ്ങനെ കുട്ടി ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ. ഡ്രസ്സൊന്നും ഇല്ലല്ലോ ശരീരത്തിൽ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ തന്നെ കൊണ്ട് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ കൊടുത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷമാണ് പിന്നെ അവളുടെ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവളെയും കൊണ്ട് പോയി. പിന്നെ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. പ്രതിയെ കണ്ടാൽ തിരിച്ചറിയാമെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ആ ദൃക്സാക്ഷിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിക്കുന്ന സംഭവം എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കൊണ്ടോട്ടിയിൽ ഇന്നലെ നടന്നത്. ഈ പെൺകുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അല്പം ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നു. അവിടെ CCTVകളും ഉണ്ടായിരുന്നില്ല. അതും ഈ രണ്ട് കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിയെ കണ്ടെത്തുന്നതിന് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. കുട്ടി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ പ്രതിയെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി നൽകുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളെയും മറ്റും വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ അന്വേഷണം. CCTVകൾ ഈ പ്രദേശത്തിനടുത്തുള്ള നഗരത്തിലെ ടൗണിലെ CCTVകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണെങ്കിലും SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൊണ്ടോട്ടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വേറെ വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അനുമോദ്, ഈ ദൃക്സാക്ഷിയുടെ വാക്കുകൾ പ്രകാരമാണെങ്കിൽ ഈ പ്രതി ഈ നാട്ടിലല്ല ഏത് നാട്ടിലുണ്ടായാലും ആ നാടിന് തന്നെ ഭീഷണിയാണ് അയാൾ. അതുകൊണ്ട് ഈ പോലീസിനായി അടക്കമുള്ള സംവിധാനങ്ങൾ വന്നിരുന്നു. അയാൾ പോയ വഴിയെക്കുറിച്ചോ മറ്റോ നിലവിൽ വിവരങ്ങൾ വല്ലതും ഉണ്ടോ? തീർച്ചയായും ഈ ഒരു പ്രതി കാത്തുനിന്ന് കടന്നു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മൊഴികളും അതുപോലെ തന്നെ അതിനുള്ള രീതിയിലുള്ള പരാമർശങ്ങളുമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ പോലീസിന് മുൻപിൽ ശേഷിച്ചിരിക്കുന്ന ഒരു കാര്യം അയാളുടെ ചെരുപ്പാണ്. ഈ ചെരുപ്പിന്റെ മണം പിടിച്ച് പോലീസുമായ പ്രധാന റോഡിൽ, അതായത്
കൊണ്ടോട്ടി മെയിൻ റോഡിൽ കുറച്ചു ദൂരം പോയി. അതിനുശേഷം നായിക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് ഒരുപക്ഷെ അതിനുശേഷം അയാൾ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കാം എന്ന് വേണം കണക്കാക്കാൻ. കൂടുതൽ ദൂരത്തേക്ക് പോലീസ് നായിക്ക് മണം പിടിച്ചു പോകാൻ കഴിഞ്ഞില്ല എന്നത് പോലീസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒരു ചെറിയ പ്രതിസന്ധിയാണ്. ഈ പ്രധാന റോഡായതുകൊണ്ട് തന്നെ വാഹനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ പോലീസ് കാണുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കൂടി ഈ മേഖലയിൽ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതിനു പുറമെ ആ ഒരു സമയത്ത്, ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്, ആ ഒരു സമയത്ത് പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ, അവരോട് ഈ കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള രൂപസാദൃശ്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നോ, അത്തരത്തിലുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അനു സൂചിപ്പിച്ച പോലെ SP ഒക്കെ നേരിട്ട് ഇടപെട്ടിട്ട് അപ്പോൾ ഒരു പ്രത്യേക സംഘത്തെയൊക്കെ ഉണ്ടാവും. വളരെ ഊർജിതമായി തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കേസായിട്ട് തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത് അല്ലേ? തീർച്ചയായും SP നേരിട്ട് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കൊണ്ടോട്ടി CI ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ പ്രതിക്കെതിരെ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും ഗ്രേവ് ഒഫൻസ് ആയിട്ടാണ് ഈ നടന്ന സംഭവത്തെ പോലീസ് എന്തായാലും കാണുന്നത്. ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ പരസ്യമായിട്ട് ഇത്തരത്തിൽ ഒരു ബലാത്സംഗത്തിന് ശ്രമിക്കുക എന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത്രയും ഗൗരവമുള്ള ഒരു സംഭവമായിട്ട് തന്നെ പോലീസ് ഇതിനെ കാണുന്നുണ്ട്. ഇന്ന് തന്നെ പ്രതിയെ പിടികൂടും എന്ന ആത്മവിശ്വാസമാണ് നമ്മൾ അല്പസമയം മുമ്പ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴൊക്കെ തന്നെ അവർ പങ്കുവച്ചിട്ടുള്ളത്. ശരി അനുവാദം. 11-കാരിക്ക് വീട്ടുതടങ്കലിൽ ക്രൂരമായ പീഡനം. അമ്മയും കാമുകനും വീട്ടുതടങ്കലിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച കുട്ടിയെ മലപ്പുറത്ത് ചൈൽഡ് ലൈനും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മലപ്പുറം മങ്കടയിലെ ഉൾഗ്രാമത്തിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു യുവതിയും 11-കാരിയായ മകളും. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്നവർ ഇവിടെ കാമുകനൊപ്പം ലിവിംഗ് ടുഗദറായാണ് കഴിഞ്ഞിരുന്നത്. ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തെ കാര്യങ്ങൾ പുറംലോകം അറിഞ്ഞിരുന്നില്ല. പുറത്തുനിന്നും ആർക്കും വരാൻ കഴിയാത്ത വിധത്തിൽ വലിയ മതിലും വളർത്തുനായ്ക്കളുമെല്ലാം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് CWC ചെയർമാൻ പറഞ്ഞു. ലൈംഗിക പീഡനവും മർദ്ദനവും അടക്കം അതിക്രൂരമായ അതിക്രമങ്ങളാണ് കുട്ടിക്ക് നേരെ പലതവണയായി ഉണ്ടായതെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ. ഈ കുട്ടിക്ക് ലൈംഗികമായ അതിക്രമം നേരിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വളരെയധികം മോശം രൂപത്തിലുള്ള അന്തർപ്രവേശിതമായിട്ടുള്ള ശരീരത്തിൻ്റെ ഉള്ളോട്ട് വരുന്ന തരത്തിലുള്ള പീഡനം കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയെ മദ്യം നൽകുക, വളരെയധികം ഈ ഒരു ബെൽറ്റ് പോലുള്ള സംഗതികൾ, ഒരു വയർ ഉപയോഗിച്ചിട്ട് കുട്ടിയെ മർദ്ദിച്ച കാര്യങ്ങളൊക്കെ ഈ കേസിലുണ്ട്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വരും എന്നുള്ളതാണ്. യുവതിയുടെ അച്ഛനായ കുട്ടിയുടെ മുത്തച്ഛനാണ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത്. പോലീസ് സഹായത്തോടെ രക്ഷപ്പെടുത്തിയ കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ ഏറെ കൗൺസിലിംഗ് നടത്തിയതിനു ശേഷമാണ് പെൺകുട്ടി നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അറസ്റ്റിലായ അമ്മയ്ക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. അമ്മയുടെ പാലക്കാട് സ്വദേശിയായ കാമുകൻ ഒളിവിലാണ്. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ന്യൂസ് 18 മലപ്പുറം. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് നിർണായക യോഗങ്ങൾ. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ രാവിലെ 11-ന് വണ്ടിപ്പെരിയാറിൽ പ്രത്യേക യോഗം ചേരും. വൈകിട്ട് 3-ന് കേരള തമിഴ്നാട് ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന അടിയന്തര യോഗവും ചേരും. 137.6 അടിയാണ് നിലവിലെ ജലനിരപ്പ്. പ്രിൻസ് ആണ് ചേരുന്നത്. പ്രിൻസ്, എന്താണ് സാഹചര്യം? ഇന്നലെ വൈകുന്നേരം മുതൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ 3200 ഘനഅടിയിലേറെ വെള്ളമാണ് ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ തമിഴ്നാട് കൊണ്ടുവന്ന വെള്ളത്തിന്റെ അളവ് 2200 ഘനഅടി മാത്രമാണ്. നിലവിൽ രാവിലെ നീരൊഴുക്ക് അല്പം കുറവാണ്. രാവിലെ 6 മുതലുള്ള കണക്ക് പ്രകാരം 2900 ഘനഅടിയോളമാണ് വെള്ളം എത്തുന്നത്. എങ്കിലും വൈകുന്നേരങ്ങളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും നീരൊഴുക്ക് വർദ്ധിക്കും. ഇത് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അടിയന്തര യോഗം ചേരുന്നത്. 138 അടിയിലേക്ക് ജലനിരപ്പ് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു തമിഴ്നാട് രണ്ടാമത്തെ അറിയിപ്പ് നൽകും. ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചുള്ള ആലോചനാ യോഗമാണ് ഇന്ന് രാവിലെ 11 മണിക്ക് വണ്ടിപ്പെരിയാറിൽ ചേരുന്നത്. ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പഞ്ചായത്തിന്റെ പ്രതിനിധികളും എല്ലാം പങ്കെടുക്കും. തീരദേശത്തുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും യോഗത്തിൽ ചർച്ച ചെയ്യുക. പ്രധാനമായും 900-ഓളം കുടുംബങ്ങളെയാണ് വണ്ടിപ്പെരിയാർ മുതൽ ഈപ്പൻകോവിൽ വരെയുള്ള പ്രദേശങ്ങളിലായി മാറ്റി പാർപ്പിക്കേണ്ടി വരിക. ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെ കുറിച്ച് മുൻപ് ധാരണയായിട്ടുണ്ട്. എങ്കിലും സ്വീകരിക്കേണ്ട മറ്റു സുരക്ഷാ നടപടികൾ, ആളുകൾക്ക് നൽകേണ്ട ബോധവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നിലവിൽ നടന്നു വരുന്നുണ്ട്. ഒപ്പം
അപ്പോൾ ഈ കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാനാണ് യോഗം ചേരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തമിഴ്നാടുമായുള്ള ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗവും ഓൺലൈൻ യോഗവും ചേരുന്നുണ്ട് എന്ന് ജലമന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിലെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും യോഗം ചേരുന്നത്. കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാനും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. നിലവിൽ കൂടുതൽ വെള്ളം കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം തുടങ്ങിയ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. ശരി. സിനിമാ നിർമ്മാതാക്കളുടെ പ്രത്യേക യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. തിയേറ്ററുകൾ തുറന്ന സാഹചര്യത്തിൽ റിലീസ് ചെയ്യേണ്ട സിനിമകളുടെ പട്ടിക തയ്യാറാക്കിയാണ് പ്രധാന അജണ്ട. രാവിലെ 11 മണിക്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹാളിലാണ് യോഗം. മലയാള സിനിമകൾ റിലീസിനെത്താത്തത് പ്രതിസന്ധിയാണെന്നും നിർമ്മാതാക്കൾ പരിഹാരം കാണണമെന്നും നേരത്തെ തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക്ക ആവശ്യപ്പെട്ടിരുന്നു. ഇതും യോഗത്തിൽ ചർച്ചയാവും. ഉച്ചകഴിഞ്ഞ് വിതരണക്കാരും നിർമ്മാതാക്കളും ചർച്ച നടത്തുന്നുണ്ട്. നാളെ മുതലാണ് തിയേറ്ററുകൾ തുടങ്ങുക. അട്ടപ്പാടി കോട്ടമല ഗവൺമെന്റ് LP സ്കൂളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ രംഗത്ത്. അട്ടപ്പാടിയിലെ മറ്റു സർക്കാർ സ്കൂളുകൾ ഡിജിറ്റലായി മാറിയിട്ടും കോട്ടമല സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഇല്ല. 99% ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് അട്ടപ്പാടിയിലെ കോട്ടമല ഗവൺമെന്റ് LP സ്കൂൾ. 52 വിദ്യാർത്ഥികളുള്ള ഈ സ്കൂളിൽ 51 വിദ്യാർത്ഥികളും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ സ്കൂളിന്റെ വികസന കാര്യത്തിൽ അധികൃതർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. മറ്റ് സ്കൂളുകളിൽ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉണ്ടെങ്കിലും ഇവിടെ അതിനുള്ള സൗകര്യം ആയിട്ടില്ല. സ്കൂൾ പൊളിച്ചതിൻ്റെ സാധനങ്ങളെല്ലാം ചുറ്റുവട്ടം നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പാമ്പ് ശല്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അത് പറഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ലേലവും വിളിക്കുന്നില്ല, അവരെടുത്തും മാറ്റുന്നില്ല, ഒഴിവാക്കുന്നുമില്ല. ഒരു പതിറ്റാണ്ടായ മതിൽ ചുറ്റുമതിലാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് പലതും പൊട്ടി വിണ്ടു കീറിയൊക്കെയാണ് ഇരിക്കുന്നത്. ഏത് സമയത്താണ് കുട്ടികളുടെ ദേഹത്തോട്ട് വീഴുക എന്ന് നമുക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ കഞ്ഞിപ്പര ഇത് ഒരുപാട് വർഷമായി അതും പണി കഴിഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിലെ കറകളും ഒന്നും നീക്കിയിട്ടില്ല, തേപ്പും നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിലാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. വന്യമൃഗശല്യം ഏറെയുള്ള ഈ മേഖലയിൽ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വേണമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. സ്കൂളിന്റെ പുറകുവശത്തുള്ള വൈദ്യുത പോസ്റ്റ് ഏത് നിമിഷവും വീഴാറായ സ്ഥിതിയിലാണ്. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി ഇത് അടിയന്തരമായി മാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. കാടിന്റെ മക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി മലപ്പുറം കാളികാവ് പോലീസ്. ചോക്കാട്, ചിങ്കക്കല്ല് ആദിവാസി കോളനികളിലും 40 സെന്റ് കോളനിയിലുമാണ് പോലീസ് സഹായം എത്തിച്ചത്. കുട്ടികൾക്ക് സൈക്കിളും ബാഗും മുതിർന്നവർക്ക് പണിയായുധങ്ങളും ടോർച്ചും നൽകി. ആദിവാസി മേഖലയിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്നത് പ്രധാനമായും യാത്രാ പ്രശ്നങ്ങൾ കൊണ്ടാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഈ പ്രശ്നം പരിഹരിക്കാനാണ് പോലീസ് രംഗത്തെത്തിയത്. ചോക്കാട് ചിങ്കക്കല്ല് കോളനിയിലെ 11 കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ പലപ്പോഴും സ്കൂളിൽ കുട്ടികൾ എത്താറില്ല. LP UP ക്ലാസുകളിൽ പഠിക്കുന്ന 6 കുട്ടികൾക്കാണ് പോലീസ് സൈക്കിൾ നൽകിയത്. ഇവർക്ക് കായികോപകരണങ്ങളും ജേഴ്സിയും കൂടെ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനികളൊന്നായ ചോക്കാട് 40 സെന്റ് കോളനിയിലും പോലീസ് സഹായം എത്തിച്ചു. ആദിവാസി മേഖലയിൽ നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പോലീസ് കോളനികളിൽ സഹായം എത്തിച്ചത്. സൈക്കിളുകളും ബാഗുകളും മാത്രമല്ല LED ലൈറ്റുകളും റേഡിയോ, കത്തി, കയർ, ഫാൻ തുടങ്ങിയവയും വിതരണം ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കിൾ, അതുപോലെ തന്നെ മറ്റു കായിക വിനോദത്തിന് ഉപയോഗിക്കുന്ന ഫുട്ബോൾ, അതുപോലെ തന്നെ അവർക്ക് കാടിലേക്ക് നിത്യജീവനത്തിന് വേണ്ടി അവർ ജോലിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പണി ആയുധങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഡ്രസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ, ടോർച്ച്, അതുപോലെ തന്നെ ബൾബ് എന്നിവയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു യോഗം ഇവിടെ കൂടിയിട്ടുള്ളത്. മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത വനമേഖലകളിലെ ആദിവാസി ഊരുകളിലാണ് പോലീസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ. ചിങ്കക്കല്ല് കോളനിയിൽ സൈക്കിൾ വിതരണോദ്ഘാടനം കാളികാവ് SI T ശശിധരൻ നിർവഹിച്ചു. ഇന്റലിജൻസ് വിഭാഗത്തിലെ SI മാരായ V മനോജ് കുമാർ, ജോൺസൺ ജെയിംസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ സിറിയക്, മനോജ്, സതീഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്നു മുതൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കുമാണ് രാവിലെ 10 മുതൽ അപേക്ഷിക്കാൻ അവസരമുള്ളത്. ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം ലഭിച്ചവർക്കും നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ച് ഹാജരാകാത്തവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാൻ അവസരമുണ്ടാവില്ല. +1 സീറ്റ് ക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരീക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ KSRTC കൂടുതൽ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. KSRTC 650 അധിക സർവീസുകൾ നടത്തും. ബസ്സുകളിൽ 25% സീറ്റ് കുട്ടികൾക്കായി മാറ്റിവെക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്വകാര്യ സ്കൂൾ ബസ്സുകളുടെ 2 വർഷത്തെ നികുതി ഒഴിവാക്കും.
KSRTC സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂടുതൽ ബസ്സുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആവശ്യപ്പെടുന്ന സ്വകാര്യ സ്കൂളുകൾക്കും ഗവൺമെന്റ് സ്കൂളുകൾക്കും എല്ലാം തന്നെ ബസ് ഓൺ ഡിമാൻഡ് പദ്ധതി അനുസരിച്ച് സ്കൂളുകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. 1000-ൽ പരം സ്കൂളുകളിൽ നിന്ന് ഇതിനകം അപേക്ഷകൾ കിട്ടിക്കഴിഞ്ഞു, ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ദൂരപരിധി അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളോടുകൂടി തുക നിശ്ചയിച്ച് ആവശ്യപ്പെടുന്ന സ്കൂളുകൾക്കെല്ലാം KSRTC ബോൺ സർവീസ് ഏർപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് സർ. തിരുവനന്തപുരം കോർപ്പറേഷൻ നികുതി ക്രമക്കേടിൽ പ്രധാന പ്രതി അറസ്റ്റിലായത് നേമം സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ശാന്തി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 അനുവാണ് ചേരുന്നത്. അനു, വിശദാംശങ്ങൾ. ഗോപി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ പ്രതിപക്ഷ സംഘടനകളുടെ സമരം തുടരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ കേസിലെ മുഖ്യപ്രതിയായ ശാന്തിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായിരുന്നാലും ശാന്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നേമം സ്റ്റേഷനിൽ ഇവർ നേരിട്ട് ഹാജരാവുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായിരുന്നാലും 24 ദിവസമായി കോർപ്പറേഷനിൽ തുടരുന്ന പ്രതിപക്ഷ സംഘടനകളുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. BJP കൗൺസിലർമാർ ഇപ്പോഴും ഇവിടെ നിരാഹാരം തുടരുന്നു. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് VV രാജ് ചേരുന്നു. ഏതായാലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ശാന്തി അറസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഈ സമരത്തിന്റെ ഒരു വിജയമായിട്ടല്ലേ ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും സമരം വിജയത്തിലേക്ക് മുന്നേറുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഞങ്ങളിതിലെ പ്രതികളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യണം. ഞങ്ങളൊരു അഴിമതിക്കെതിരായിട്ടുള്ള ഒരു സംസ്കാരം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ നഗരസഭയിൽ. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 1 മാസമായി സമരം ചെയ്യുകയാണ്. ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നഗരസഭ, ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷമാണ് ഈ നഗരസഭ പരാതി കൊടുക്കാൻ തയ്യാറായത്. ഞങ്ങൾ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ മുഖ്യപ്രതിക്കെതിരെ FIR എടുക്കാൻ തയ്യാറായത്. കഴിഞ്ഞ ഏകദേശം 27 ദിവസമായിട്ട് ഞങ്ങൾ സമരം നടത്തി. കഴിഞ്ഞ 7 ദിവസമായി ഞങ്ങൾ നിരാഹാരം നടത്തിയതിന് ശേഷമാണ് മുഖ്യപ്രതിക്ക് നേരെ പോലീസ് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായത്. ഇതൊക്കെ തന്നെ ഈ സഹന സമരത്തിൻ്റെ വിജയമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ വിജയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് ഈ വനിതകൾ ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാരുടെ ഈ സഹന സമരം. ഇപ്പോൾ ഈ സമരം ഈ തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മുഖ്യപ്രതി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അവസാനിപ്പിക്കുന്നത് മുന്നോട്ട് പോകാനാണോ തീരുമാനം? ഞങ്ങളുടെ രാവിലെ 9:45 മണിക്ക് തന്നെ കൗൺസിൽ പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. 3 നേതാക്കന്മാർക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് 11 മണിക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ ഞങ്ങളുടെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുമായിട്ട് ചർച്ച ചെയ്യണം. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി ഈ സമരത്തിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെയാണെന്നുള്ളത് പ്രഖ്യാപിക്കുക. അഴിമതി വിരുദ്ധ സമരം ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഗോപി, ഇതാണ് ഏതായിരുന്നാലും മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്ത് തീർച്ചയായും ഈ ഒരു പ്രതിപക്ഷ സംഘടനകളുടെ സമരത്തിൻ്റെ ഒരു വിജയം തന്നെയാണ്. ഏതായിരുന്നാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ നിരാഹാര സമരം ഇങ്ങനെ തുടരണോ എന്നുള്ള കാര്യത്തിൽ BJP ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായിരുന്നാലും തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിലെ മുഖ്യപ്രതിയാണ് ഇന്ന് നേമം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗോപി, ശരി. കോവാക്സിന് അംഗീകാരം നൽകുന്ന കാര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ തീരുമാനമെന്ന്. ലോകാരോഗ്യ സംഘടനയുടെ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് യോഗമാണ് തീരുമാനമെടുക്കുക. വാക്സിനുമായി ബന്ധപ്പെട്ട് WHO ആവശ്യപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് സമർപ്പിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ അനുമതി നീളുന്നതിനാൽ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് രാജ്യാന്തര യാത്രകൾക്ക് തടസ്സം നേരിടുന്നുണ്ട്. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്ത്യയുടെ കോവിഡ് വാക്സിനേഷൻ ദൗത്യം 100 കോടിയും കടന്നു മുന്നേറുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയായാണ് ഇന്ത്യ ഈ ദൗത്യം നേടിയത്. വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി ഒരു തീം സോങ് പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. भारत का टीकाकरण ये ही जान बचाएगा. ലോകത്തിന് തന്നെ ഉദാത്ത മാതൃകയാണ് കോവിഡ് വാക്സിനേഷൻ ഇന്ത്യ കാണിച്ചു കൊടുത്തത്. 100 കോടി പേർക്ക് വാക്സിന്റെ സുരക്ഷിതത്വം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കഠിനാധ്വാനമാണ് ഈ നേട്ടത്തിലേക്ക് രാജ്യത്തെ എത്തിച്ചത്.
അതിനെ അഭിനന്ദിക്കുകയും ജനങ്ങളെ വാക്സിൻ എടുക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഈ ഗാനത്തിലൂടെ. कुशल मार्गदर्शन राज्य राज्य टीकाकरण से गतिमान है ये निराग. കൈലാഷ് ഖേർ ആലപിച്ച ഈ ഗാനാവിഷ്കാരം രാജ്യമാകെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയിടങ്ങളിൽ പ്രദർശിപ്പിക്കും. വാക്സിന്റെ സന്ദേശം ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഈ വർഷം ജനുവരി 16-നാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് വാക്സിൻ നൽകിയത്. നിരവധി വെല്ലുവിളികളാണ് വാക്സിനേഷൻ ദൌത്യം മുന്നേറുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് മറികടക്കാനുണ്ടായിരുന്നത്. അതെല്ലാം അതിജീവിച്ച് ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ ദൌത്യമായി അത് മാറി. ന്യൂസ് 18 ഡൽഹി. क्षितिपावक हे नील गगन कण कण वायु प्राण सृजन. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം. ZPay and News 18 Network present Crypto Simplified. നമസ്കാരം. ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ച് നെറ്റ്വർക്ക് 18ഉം സെപ്പയും ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസികളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നതാണ് ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് എക്സ്പ്ലെയിനർ. ഇന്ന് നമുക്ക് എന്താണ് സ്റ്റേബിൾ കോയിനുകൾ എന്ന് നോക്കാം. ക്രിപ്റ്റോ കറൻസികളിൽ സ്ഥിരത കൂടുതൽ പ്രകടിപ്പിക്കുന്ന വിഭാഗമാണ് സ്റ്റേബിൾ കോയിനുകൾ. ഒരു പ്രത്യേക ആസ്തിയുടെ പിന്തുണയുള്ളതോ പ്രത്യേക ആസ്തിയുമായി ബന്ധപ്പെട്ടതോ ആയതിനാലാണ് ഈ പ്രത്യേകത. US ഡോളറുമായോ സ്വർണവുമായോ ആണ് സ്റ്റേബിൾ കോയിനുകളെ സാധാരണയായി ബന്ധപ്പെടുത്തുന്നത്. വിപണി സാഹചര്യങ്ങളോ പ്രത്യേക പരിതസ്ഥിതികളോ ഒന്നും കാര്യമായി സ്റ്റേബിൾ കോയിൻ്റെ മൂല്യത്തെ ബാധിക്കാറില്ല. വിവിധ തരം സ്റ്റേബിൾ കോയിനുകളുണ്ട്. അതിൽ ആദ്യത്തേത് കമ്മോഡിറ്റികളുമായി ബന്ധപ്പെടുത്തിയതാണ്. ഭൂമി, സ്വർണം തുടങ്ങിയ ആസ്തികളായിരിക്കും ഇത്തരം സ്റ്റേബിൾ കോയിനുകളുടെ താങ്ങായി ഉള്ളത്. രണ്ടാമത്തെ വിധം നാണയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. US ഡോളർ, യൂറോ, ചൈനീസ് യുവാൻ എന്നിവയാണ് ഈ വിഭാഗം സ്റ്റേബിൾ കോയിനുകൾക്ക് കരുത്ത് പകരുക. മൂന്നാമത്തെ വിഭാഗം ക്രിപ്റ്റോ ആസ്തികളുടെ തന്നെ പിൻബലമുള്ളതാണ്. മുഖ്യമായും ബിറ്റ്കോയിനാണ് ഈ വിഭാഗത്തിൽ കരുത്തായി പിന്നിലുണ്ടാവുക. സിഗ്നിയറേജ് എന്ന വിഭാഗം സ്റ്റേബിൾ കോയിനുകൾ കൂടിയുണ്ട്. ഇവ അൽഗോരിതങ്ങളുടെ പിൻബലത്തിലാണ് നിലനിൽക്കുന്നത്. സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്നിവയാണ് ഇത്തരം സ്റ്റേബിൾ കോയിനുകളുടെ മേഖല. എന്തുകൊണ്ട് സ്റ്റേബിൾ കോയിനുകൾക്ക് പ്രാധാന്യം അർഹിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു നിശ്ചിത ആസ്തിയുടെ പിൻബലമുള്ളതിനാൽ വളരെ സുരക്ഷിതമായ നിക്ഷേപമാണ് സ്റ്റേബിൾ കോയിനുകൾ എന്നത് തന്നെ പ്രധാന പ്രത്യേകത. ഇവ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ തന്നെയാണ് വിനിമയം ചെയ്യപ്പെടുന്നത്. കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഇവ അതിവേഗവും ചെലവ് കുറഞ്ഞും വിനിമയം ചെയ്യാവുന്നതാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു കോയിൻ ബേസ് സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 4% വരെ വാർഷിക പലിശയും ലഭിക്കാം. ടെതർ, USD കോയിൻ, ബിനാൻസ് കോയിൻ എന്നിവയാണ് പ്രധാനപ്പെട്ട സ്റ്റേബിൾ കോയിനുകൾ. ക്രിപ്റ്റോ സിംപ്ലിഫൈഡിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം. ZPay and News 18 Network present Crypto Simplified.